അതിൻ്റെ ഒരു പാളിൽ പറ്റി. പിന്നെ ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളെ പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കിഴക്കേനടയിൽ സൗത്ത് എന്ന് പറഞ്ഞാൽ ഏതാ മലയാളത്തിൽ നമ്മളിപ്പം പോകുന്നതാണ് ബെസ്റ്റ് അവർ. കഴിഞ്ഞ ദിവസം നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് രാത്രി ഒരു 9-9:30 ടൈം ആകുമ്പോഴേക്ക് പാലക്കാടേക്ക് എത്തി. അവിടെ ഒരു മുത്തശ്ശിയുടെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ട് രാവിലെ 4:30 എണീച്ച് ഒരു 5-5:30 ആകുമ്പോഴേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മധുരയ്ക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ പാലക്കാട് ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്ക് മധുര എത്താൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഈ റൂട്ടിൽ ഇനി അധികം പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പോണ വഴിക്ക് ഞങ്ങൾ പെട്രോളും ഫുള്ളാക്കി. നല്ല റോഡും കാറ്റും ആ സൈഡിൽ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള പാർട്ടിക്കൊടികളും അങ്ങനെ തമിഴ്നാട് ഞങ്ങളെ വെൽക്കം ചെയ്തു. സൂര്യോദയം കണ്ടുകൊണ്ട് തമിഴ്നാടിൻ്റെ ആ ഹൈവേ കൂടെ ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. പോണ വഴിക്ക് 2 സൈഡും കാറ്റാടിപ്പാടങ്ങളും ഉദിച്ചു വരുന്ന സൂര്യനൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഒന്ന് വണ്ടി ഒതുക്കി. ഏകദേശം യാത്ര തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. നമ്മൾ എങ്ങോട്ടാണ്? മധുരയ്ക്ക് പോവാതിരി എന്നുള്ള പാട്ടില്ലേ, നമ്മൾ ചെറിയൊരു റോഡ് ട്രിപ്പിന് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് പഴനിക്ക് പോകുന്ന നാഷണൽ ഹൈവേ 83 ഉള്ളത്. ഇവിടെ നല്ല നമ്മുടെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മധുരയിൽ പോയിട്ട് മധുര മീനാക്ഷി അമ്മേനെ തൊഴുത് മധുരത്തെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. നമ്മളിന്നലെ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് പാലക്കാട് നമ്മുടെ ഒരു മുത്തശ്ശിയുടെ വീട്ടിലെത്തി. അവിടുന്ന് രാവിലെ ഒരു 5 മണി 5:15 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മെല്ലെ ഈ റോഡ് ഇങ്ങനെ പിടിച്ച്. അപ്പോൾ ചെറിയൊരു മഴക്കാറും ഇതൊക്കെ കാണുന്നുണ്ട്. മഴ വെയിലാന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് പോകുന്നത്, ഒറ്റയ്ക്ക് പോകുന്നത്. ബൈക്ക് റൈഡ് ഇതിനു മുമ്പ് നമ്മൾ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളും മാത്രമായിട്ട് ആദ്യത്തെ തവണയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല, നല്ലൊരു പേടിയുണ്ട്. അതെ. അപ്പൊ മധുരയിൽ പോകണം. മധുരയിൽ നിന്ന് തഞ്ചാവൂർ പോയി, തഞ്ചാവൂർ പോണ്ടിച്ചേരി പോയി, പോണ്ടിച്ചേരിയിൽ നിന്ന് ബാംഗ്ലൂർ പോയി നേരെ വയനാട് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാലാവസ്ഥയ്ക്ക് അനുകൂലമാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇപ്പം നേരെ മധുരയ്ക്ക് പിടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മധുരയിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം, അല്ലേ? ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. 2 സൈഡും കാറ്റാടിപ്പാടങ്ങളും ഇളം ചുവപ്പ് നിറത്തിലുള്ള സൂര്യകിരണങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാലേ. കാറ്റാടിപ്പാടങ്ങളും വയലും തെങ്ങും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുന്നുകളും അതിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള അമ്പലങ്ങളും, അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ വഴി. നമ്മൾ പഴനിക്കൊക്കെ പോകുമ്പോൾ ഇതേ വഴി കൂടെ തന്നെയാണ് പോവുക. പാലക്കാട് നിന്ന് മാപ്പിൽ നോക്കുമ്പോൾ 4 മണിക്കൂറാണ് മധുരയ്ക്ക് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 5 മണിക്കൂറൊക്കെ എടുക്കും. നമ്മൾ പല സ്ഥലത്തും നിർത്തിയും കാപ്പി കുടിച്ചൊക്കെ എല്ലാം അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ആ ഒരു സമയമാവുമല്ലോ. 7 മണിയായപ്പോഴേക്ക് ഒരു കാപ്പി കുടിച്ചാലോ എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങി. അങ്ങനെ ഹൈവേയിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ ഞങ്ങളെ കയറി. നാഷണൽ ഹൈവേയുടെ തന്നെ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഈ ഷോപ്പിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പോണ വഴികളിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരുപാട് ടോയ്ലറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഫിൽറ്റർ കോഫി അല്ലെങ്കിലും ഫിൽറ്റർ കോഫിയുടെ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള കോഫി, മധുരം. ഷുഗർ കട്ട്. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ ഡിണ്ടിഗലെത്തി. തലൈപ്പാക്കട്ടി ബിരിയാണിയുടെ നാടായ ഡിണ്ടിഗലിൽ. നമ്മളവിടെ എത്തിയ സമയം രാവിലെ ഒരു 8 മണിയാവാനാവുമ്പോഴാണ്. നല്ല ബിരിയാണി കഴിക്കാനുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് മെനക്കെട്ടില്ല. എങ്കിലും തലൈപ്പാക്കട്ടി ബിരിയാണി, ഞങ്ങൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ തലൈപ്പാക്കട്ടി വെജ് ബിരിയാണി ഞങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുന്നേ കഴിച്ചപ്പോൾ ഒക്കെ. ഇപ്രാവശ്യം അതിനുള്ള അവസരം ഉണ്ടായില്ല.
ഉടനെ തന്നെ ഈ റൂട്ട് വരുമ്പോൾ നമുക്ക് അതിനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. പോണ വഴി ഒരു 3 ചേച്ചിമാർ വണ്ടീൻ്റെ പുറകിൽ നിന്ന് സൊറ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ നല്ല തമാശയോടെ കണ്ടു നിന്നു. മുന്നിൽ പോകുന്ന ഈ വണ്ടിയുടെ നമ്പറായിരുന്നു മറ്റൊരു രസകരമായ കാഴ്ച. അങ്ങനെ ഞങ്ങൾ മധുരയിലേക്ക് എത്തി. പക്ഷേ മധുരയിലെത്തിയപ്പോൾ വണ്ടിക്ക് എന്തോ ചെറിയൊരു മിസ്സിങ് പോലെ. ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റിയിട്ട് ഏകദേശം 300 കിലോമീറ്റർ മുകളിൽ പോയതുകൊണ്ട് തന്നെ ചെയിൻ ലൂബ് ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മിസ്സിങ് കൂടി കണ്ടപ്പം എന്തായാലും അടുത്തുള്ള ഹോണ്ട സർവീസ് സെൻ്ററിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഉടൻ തന്നെ വിളിച്ചു. അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സർവീസ് സെൻ്ററിലേക്ക് നമ്മൾ വണ്ടി എത്തിച്ചു. അങ്ങനെ നമ്മൾ മധുരയിലെത്തി. ബൈക്ക് ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ കെട്ടിയിട്ടുണ്ട്. അത് കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിനി മധുരൈ മീനാക്ഷി അമ്മൻ കോവിലും പിന്നെ മധുരയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അതിനോട് വെയിറ്റ് ചെയ്യണം. എങ്ങോട്ടാ ഓട്ടോ വിളിക്കാനാ? ഏട്ട് വണ്ടി ചെയിൻ ലൂബ് ചെയ്യാൻ അവർക്ക് അധികം സമയമൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആലോചിച്ചപ്പം ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് പോകാൻ ഏറ്റവും നല്ല സ്ഥലം ആ സർവീസ് സെൻ്ററാണ്. ഞങ്ങൾക്ക് ഈ റൂട്ട് തന്നെയാണ് പോകേണ്ടതും. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ മധുരൈ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഷോറൂമിന്റെ മുന്നിൽ നോക്കിയ സമയത്ത് 4 കിലോമീറ്ററാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ബസ്സിന്റെ കാര്യമൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു. കിലോമീറ്ററിന് എന്തായാലും ഒരു 30-40 രൂപയല്ലേ ആവുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ പോയാലും ഒരു 140-150 രൂപയുടെ ഉള്ളല്ലേ വരുള്ളൂ എന്ന് തിരിച്ചിട്ടാണ് ഓട്ടോ വിളിച്ചത്. നടന്നു പോകാനാണെങ്കിൽ 1/2 മണിക്കൂർ ദൂരം മറ്റേ കാണിച്ചുള്ളൂ. പിന്നെ അത്രയും സമയം നടന്ന് പിന്നെ നേരം പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോ പിടിച്ചത്. പക്ഷെ അവിടെ ഇട്ടിപ്പോ പുള്ളി 200 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ സൗത്ത് നടയിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ഓട്ടോക്കാരൻ സത്യത്തിൽ നമ്മളിന്ന് ചാമ്പി എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ നിന്ന സ്ഥലത്തു നിന്നൊരു 4 കിലോമീറ്ററാണ് കണ്ടത്. 4 കിലോമീറ്ററിന് അയാൾ 200 രൂപ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറി കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ചാമ്പപ്പെട്ടു എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ അനുഭവങ്ങളാണല്ലോ പാഠങ്ങൾ. അമ്പലത്തിനകത്തേക്ക് ഫോണോ മറ്റു സാധനങ്ങളോ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കയറിയില്ല. ഞാൻ ആദ്യം അമ്പലത്തിൽ കയറി തൊഴുത് പുറത്തിറങ്ങിയ ശേഷം ഉണ്ണേട്ടൻ കയറി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴുത് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തിറങ്ങി. ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ പ്രസാദത്തിന്റെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പ്രസാദത്തിൽ കൂടുതലും സ്വീറ്റ്സ് ആയിരുന്നു. കൂടാതെ പുളിയോഗ്ര ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി ഉണ്ണേട്ടൻ ആ പുളിയോഗ്രയും വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. നമുക്ക് അവിടുന്ന് എന്താ കിട്ടി? പുളിയോഗ്ര. ഫേമസ് അമ്മ ഇഷ്ടപ്പെട്ട പുളിയോഗ്ര പ്രസാദം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നേ വാങ്ങിയുള്ളൂ. പുറത്ത് തന്നെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. വെസ്റ്റ് നടേൻ്റെ അടുത്ത് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ചധികം ഫുഡുകൾ തട്ടേണ്ടതുകൊണ്ട് നമ്മൾ പ്രസാദം ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. കയറുമ്പോഴേ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിയോഗ്ര വാങ്ങണമെന്ന്. അമ്പലത്തിൽ കയറി ഇറങ്ങിയപ്പോഴേക്ക് ഒരു 11:30-12 മണിയോടെ അടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ബ്രഞ്ച് ആക്കേണ്ടി വരുമല്ലേ. നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് തിരിഞ്ഞു കളിക്കായിരുന്നു ശരിക്കും, ഏത് നടയാന്ന് മനസ്സിലാവാതെ. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി മുന്നോട്ട് നടന്നു. നമ്മളെ കേരള ഗവൺമെൻറ് സിമ്പലില്ലേ 2 ആനയൊക്കെ ആയിട്ട്, അതേപോലെ തമിഴ്നാട് ഗവൺമെൻറ് സിമ്പലിൽ ഒരു ഗോപുരമുണ്ട്. ആ ഗോപുരം മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ വെസ്റ്റ് ടവറാണ് കേട്ടോ. ഈ വെസ്റ്റ് ടവറിൻ്റെ മുന്നിലാണ് ഗോപു അയ്യങ്കാർ ടിഫിൻ ഹൗസും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമ്മൾ നേരത്തെ കണ്ടത് വെസ്റ്റ് ടവർ അല്ല, അത് സൗത്ത് ടവർ ആയിരുന്നു. നമ്മളിപ്പം പോകുന്നതാണ് വെസ്റ്റ് ടവർ. വെസ്റ്റ് ടവറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു എന്താ ഗോപി അയ്യങ്കാർ ടിഫിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ടിഫിൻ സെൻ്ററാണത്. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയേക്കാം. ഗോപു അയ്യങ്കാർ ടിഫിൻ ഹൗസ് എന്നാണ് പേര്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തൊക്കെയാണ് കഴിക്കാൻ പോണേ? ബൺ പൊറോട്ട ഇവിടെ കിട്ടുമല്ലോ, കിട്ടോ? ഗുരു അയ്യങ്കാർ ടിഫിൻ ഹൗസിന്റെ മുന്നിലെത്തിയപ്പോഴാണ് അവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് പണി നടക്കുകയാണോ എന്നുള്ളൊരു സംശയം തോന്നിയത്. എന്നിട്ട് അവിടെയുള്ളൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് വൈകുന്നേരം തുറക്കുള്ളൂ എന്ന്. അങ്ങനെ അതും തീരുമാനമായി. അപ്പോൾ ഗോപു അയ്യങ്കാർ ക്ലോസ്ഡ് ആണ്. അവിടെ ടിഫിൻ ഉണ്ടേ ഉള്ളൂ. ഇനി വൈകുന്നേരം 3 മണിക്ക് അവർ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേറെ ഓപ്ഷൻ നോക്കണം.
വലിയ വെയിലൊന്നും കേട്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. വലിയ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ സ്മൂത്തായിട്ടുള്ള കാലാവസ്ഥയാണ്. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതിട്ട് നല്ല ഫുഡൊന്നും കഴിക്കാൻ പുറത്തുകൂടെ നടക്കുകയാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് പുളിയോഗര ഒരു കെട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇതുകൊണ്ട് ഒപ്പിക്കുന്നൊന്നും അറിയില്ല. നല്ലൊരു ഫുഡ് സ്പോട്ട് തപ്പി നടക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറിയ നടയുടെ അടുത്ത് തന്നെയായിരുന്നു. പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ പുളിയോഗര കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി ബിരിയാണി ആയിട്ട് വന്നു. ഈ പുളിയോഗര ഉണ്ടാക്കിയ സമയത്ത് അരി കുറച്ച് വെന്ത് പോയിന്ന് തോന്നുന്നു. അതോ ഇനി ആ നാട്ടിൽ അങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് അറിയില്ലല്ലോ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പുളിയുടെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്. ബിരിയാണി ഞങ്ങൾ വിചാരിച്ചതിലേറെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബിരിയാണിക്ക് അച്ചാറും സലാഡും തരുന്ന പോലെയാണ് തോന്നുന്നു ഇവിടെ കുറുമ വരുന്നത്. കുറുമയും പിന്നെ കോണിന്റെ എന്തോ ഒരു കറിയായിരുന്നു. ഈ മസാലയുടെ കുത്തും എരിവും കുറച്ച് കൂടുതലാണെന്ന് ഒഴിച്ചാൽ ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല എരിവുണ്ട്. മധുരയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മധുരയിൽ നിന്ന് ജിഗർദണ്ഡ കഴിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് എരിവുണ്ടായത് കൊണ്ട് തന്നെ ഇനി എവിടെയും കറങ്ങി തിരിഞ്ഞേക്കാണ്ട് നേരെ ജിഗർദണ്ഡ കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഈ നന്നാരി സിറപ്പ് ഉണ്ടല്ലോ, അതിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാണ്ടാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ജിഗർദണ്ഡയുടെ ഒരു ഷോപ്പ് മാത്രമല്ല, ഒരുപാട് ഷോപ്പ് കാണും. പക്ഷെ ഞങ്ങൾ പിടിച്ചെടുത്താണ് കുറച്ചുകൂടെ അല്ല ക്ലീൻ ആയിട്ടുള്ള 2-3 ഷോപ്പ് കണ്ടു. പക്ഷെ അവിടെ ഒന്നും അത്ര പോരാ തോന്നിയിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. ഈസ്റ്റ് നടയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ജിഗർദണ്ഡ ഷോപ്പ് നല്ല നീറ്റായിട്ടുള്ള ഷോപ്പായിട്ട് തോന്നി കണ്ടോ. ബാക്കിയുള്ള ഷോപ്പ് സംഭവം നൈസാണ്, അടിപൊളിയായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോ കൊടുക്കാം. നൈസായിരുന്നു, സാധനം നൈസായിരുന്നു. അവിടുന്ന് ഇറങ്ങി അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തപ്പിയപ്പോഴാണ് മധുരൈ പാലസ് അടുത്താണെന്ന് മനസ്സിലായത്. അങ്ങനെ ഏതൊക്കെയോ ഹോൾസെയിൽ ഷോപ്പിന്റെയും റീറ്റെയിൽ ഷോപ്പിന്റെ ഒക്കെ ഇടയിൽ കൂടെ നടന്നിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. മധുരയിലുള്ള തിരുമലൈ നായർ മഹാൽ എന്ന് പറയുന്ന ഒരു പാലസിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ക്യാമറ അങ്ങോട്ടല്ല, ഫോണിലാണ് വീഡിയോ. നമ്മൾ ഉള്ളോട്ട് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഒന്നാമത് വെയിലൊക്കെ ആയിട്ട് നിങ്ങൾ നടന്നിട്ടൊന്ന് ടയർഡായതുകൊണ്ട് കിടക്കാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകാനൊന്നുമില്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. വണ്ടി എടുക്കണം, വണ്ടി സർവീസ് കൊടുത്താണ്, വണ്ടി അവിടെ നിർത്താം, എന്നിട്ട് വേണം പോകാൻ. ഇത്രയും സമയം വെയിലത്ത് നടന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും തിരിച്ച് CB കുട്ടൻ്റെ അടുത്തെത്തിയാൽ മതി എന്നിങ്ങനെ തോന്നി തുടങ്ങി. അടുത്തത് നമ്മൾ ചേട്ടനാടേക്കാണ് പോകുന്നത്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ആരോഗ്യ സ്റ്റോറീസ്.